മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ച് ഗ്ലാസിൽ ആവാഹിച്ച് പുതിയ കവിത രചിക്കുകയാണ് അമ്പിളി സാജുവും സംഘവും. കൊച്ചി ദർബാർ ഹാളിൽ നടക്കുന്ന ത്രയം എന്ന ചിത്രപ്രദർശനം വ്യത്യസ്തത കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. സമാന ആശയങ്ങളുള്ള 3 പേർ ചേർന്നൊരുക്കുന്ന വിസ്മയം. ക്ഷേത്ര ചുമരുകളിൽ നിന്നിറങ്ങി വന്ന പുരാണ കഥാപാത്രങ്ങൾ ചില്ലു ക്യാൻവാസിൽ പുനരവതരിപ്പിക്കുമ്പോൾ മിഴിവും ഭംഗിയും ഒട്ടും ചോരുന്നില്ല. ചുമർ ചിത്രകലയുടെ ചിട്ടവട്ടങ്ങൾ ഗ്ലാസ് പ്രതലത്തിൽ പരീക്ഷിച്ചത് ഏറെ നാളത്തെ ശ്രമത്തിലൂടെയാണെന്ന് ഗായിക കൂടിയായ അമ്പിളി സാജു പറയുന്നു. ഞാൻ ഗ്ലാസ് പെയിന്റിംഗ് തുടങ്ങിയിട്ട് ഇപ്പം 10 വർഷം കഴിഞ്ഞു. അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ സാധ്യതകൾ ഏറ്റവും നന്നായി അതിൽ ക്യാൻവാസിൽ ചെയ്യുന്ന എന്തും ഗ്ലാസ്സിൽ ചെയ്യാമെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ഗാന്ധിയും ഇമോഷൻസ് എന്ന് പേരിട്ടിരിക്കുന്ന വിവിധ മനുഷ്യഭാവങ്ങളുമെല്ലാം നൽകുന്നത് പുതുമയുള്ള ദൃശ്യാനുഭവം. ഹിന്ദു പുരാണ കഥാപാത്രങ്ങൾ കൂടാതെ ക്രിസ്തുവിന്റെ അന്ത്യത്താഴവും ബുദ്ധനുമെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചുമർ ചിത്രങ്ങളുടെ അനന്ത സാധ്യത മനസ്സിലാക്കിയാണ് ഇത്തരത്തിലുള്ള രചനയെന്ന് ത്രയത്തിലെ രണ്ടാമനായ ദിലീപ് സ്വസ്തിക് പറയുന്നു. കേരളീയ ചുമർചിത്ര ശൈലി എങ്ങനെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് നമ്മളെ എല്ലാ എക്സിബിഷൻസും. ഹരിഹരനാണ് ത്രയം സംഘത്തിലെ 3ാമൻ. കേരളീയ ചുമർചിത്ര പാരമ്പര്യം ആധുനികതയുമായി കൈകോർക്കുമ്പോൾ ലഭിക്കുന്നത് കാഴ്ചയുടെ നവ്യാനുഭവം. മനോരമ ന്യൂസ്, കൊച്ചി. സകല കല